ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ അരുൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കെമിസ്ട്രിയിലെ അമീൻസ് എന്നതാണ്. ഈ വീഡിയോയിൽ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് വരുന്ന കോമ്പൗണ്ട്സ് ആണ് അമീൻസ്. ഈ വീഡിയോയിലൂടെ അമീൻസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. Amines are polar compounds. Their molecules are associated due to the formation of intermolecular hydrogen bonds. The amines are therefore boil at higher temperature than non-polar compounds like hydrocarbons. ഹൈഡ്രജൻ ബോണ്ടിൻ്റെ സാന്നിധ്യം കാരണം അമീൻസിന് ബോയിലിംഗ് പോയിൻ്റ് വളരെ കൂടുതലാണ്. സ്റ്റെബിലിറ്റി കൂടുന്നതാണ് ഇതിന് കാരണം. ആൾ അമീൻസ് ആർ ബേസിക്. ദേ ആർ സ്ട്രോങ്ങർ ബേസസ് ദാൻ അമോണിയ. അമീൻസ് പൊതുവെ ബേസിക് നേച്ചറാണ് കാണിക്കുന്നത്. ബേസിക് നേച്ചറിൻ്റെ പ്രധാന കാരണം നൈട്രജൻ ആറ്റത്തിലെ ലോൺ പെയർ ഇലക്ട്രോണിൻ്റെ സാന്നിധ്യമാണ്. അമീൻസിൻ്റെ ബേസിക് സ്ട്രക്ചർ നമുക്ക് RNH2 എന്ന് ഡിനോട്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ R ഗ്രൂപ്പ് ഒരു ആൽക്കൈൽ ഗ്രൂപ്പായിരിക്കും. അതുപോലെ തന്നെ ഈ R ഗ്രൂപ്പിന് ഒരു ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഇൻഡക്റ്റീവ് എഫക്റ്റിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് ലോൺ പെയർ ഇലക്ട്രോണിൻ്റെ സാന്നിധ്യം അമീൻസിന് ബേസിക് നേച്ചർ നൽകുന്നത്. Amines are classified as primary, secondary and tertiary, depending upon their number of hydrogen atoms replaced by alkali or aryl groups. അമീൻസിലെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ഇത് സെക്കൻഡറിയിലേക്കും ടെറിഷറിയിലേക്കും മാറുന്നു. അമീൻസ് ഹാവ് പിരമിഡൽ സ്ട്രക്ചർ ആൻഡ് ദ ആക്ട് ആസ് ലിവിസ് ബേസിസ്. അമീൻസിന് ജനറലായും ഒരു പിരമിഡൽ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇത് ലിവിസ് ബേസുമായിട്ട് ആക്ട് ചെയ്യും. അടുത്തതായി നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമീൻസിനെ തമ്മിൽ വേർതിരിക്കുന്ന ടെസ്റ്റുകളെ പറ്റി നോക്കാം. പ്രധാനമായും 3 ടെസ്റ്റാണുള്ളത്: നൈട്രസ് ആസിഡ് ടെസ്റ്റ്, കാർബൈൽ അമീൻ ടെസ്റ്റ് ആൻഡ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. ആദ്യമായി നൈട്രസ് ആസിഡ് ടെസ്റ്റ്. പ്രൈമറി അമീൻസ് റിയാക്ട് വിത്ത് HNO2 ടു ഗീവ് നൈട്രജൻ ഗ്യാസ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ബൈ effervescence. Secondary amines produce a yellow oily layer. Tertiary amines do not give any apparent reaction with the nitrous acid. പ്രൈമറി അമീൻസും നൈട്രസ് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് നൈട്രജൻ ഗ്യാസ് കിട്ടുന്നു. സെക്കൻഡറി അമീൻസ് നൈട്രസ് ആസിഡോട് റിയാക്ട് ചെയ്യുമ്പോൾ യെല്ലോ ഓയിലി ലെയറാണ് ഫോം ചെയ്യുന്നത്. ടെറിഷറി അമീൻസിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് അപ്പിയറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. Carbyl amine test. The primary amines can be easily recognized by isocyanate test, which is not given by secondary and tertiary amines. When a primary amine is treated with chloroform and alkali and isocyanate, which has a peculiar effervescence smell, is formed. ഇവിടെ നമ്മൾ റിയേജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ക്ലോറോഫോമും ഒരു ആൽക്കലിയുമായിരിക്കും. ഈ ടെസ്റ്റ് വഴി നമുക്ക് പ്രൈമറി അമീൻസിനെ മറ്റുള്ള അമീൻസിൽ നിന്നും ഈസിയായി വേർതിരിച്ചെടുക്കാൻ സാധിക്കും. സെക്കൻഡറി ആൻഡ് ടെറിഷറി അമീൻസ് ഈ ടെസ്റ്റ് നെഗറ്റീവാണ് കാണിക്കുന്നത്. അടുത്തതായി ഹിൻസ്ബർഗ് ടെസ്റ്റ്. ഇവിടെ നമ്മൾ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡാണ്. അതുപോലെ തന്നെ അക്വസ് സോഡിയം ഹൈഡ്രോസൈഡും ഉപയോഗിക്കുന്നു. ഇൻ കേസ് ഓഫ് പ്രൈമറി അമീൻസ് എ ക്ലിയർ സൊല്യൂഷൻ ഈസ് ഒബ്റ്റൈൻഡ്. ഓൺ അസിഡിഫിക്കേഷൻ ഓഫ് ദി സൊല്യൂഷൻ ആൻഡ് ഇൻസോലുബിൾ സബ്സ്റ്റൻസ് സെപ്പറേറ്റ്സ് ഔട്ട്. നമ്മൾ പ്രൈമറി അമീൻസ് എടുക്കുമ്പോൾ ഒരു ക്ലിയർ സൊല്യൂഷനാണ് കിട്ടുന്നത്. അതിനുശേഷം നമ്മളൊരു ആസിഡുമായിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു ഇൻസോലുബിൾ സബ്സ്റ്റൻസും നമുക്ക് ലഭിക്കുന്നു. Boiling points of amines are less than those of alcohols and carboxylic acid or comparable molecular mass. അമീൻസിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് താരതമ്യേന കൂടുതലാണെങ്കിലും കാർബോക്സിലിക് ആസിഡിനെയും ആൽക്കഹോളിനെ അപേക്ഷിച്ച് ഇവയുടെ ബോയിലിംഗ് പോയിൻ്റ് കുറവായിരിക്കും. പ്രൈമറി അമീൻസ് ഗീവ്സ് ഹോഫ്മാൻസ് മസ്റ്റാർഡ് ഓയിൽ റിയാക്ഷൻ വിത്ത് കാർബൺ ഡൈസൾഫൈഡ്. പ്രൈമറി അമീൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെസ്റ്റാണിത്. ഹോഫ്മാൻസ് മസ്റ്റാർഡ് ഓയിൽ റിയാക്ഷൻ എന്ന ഈ പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ കാർബൺ ഡൈസൾഫൈഡും നമുക്ക് കിട്ടുന്ന സാമ്പിളായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് കപ്പിൾസ് വിത്ത് ഫീനോൾസ് ഇൻ വീക്ക്ലി ബേസിക് മീഡിയം ആൻഡ് വിത്ത് അറൈൽ അമീൻസ് ഇൻ വീക്ക്ലി അസിഡിക് മീഡിയം. ഇവിടെ അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും ബെൻസീൻ ഡയാസോണിയം സോൾട്ട് 2 ഡിഫറെൻറ്റ് ഫേസാണ് കാണിക്കുന്നത്. ബേസിക് മീഡിയത്തിലാണെങ്കിൽ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ഫീനോൾസുമായി കപ്പിൾ ചെയ്യുകയും അസിഡിക് മീഡിയത്തിലാണെങ്കിൽ ബെൻസീൻ ഡയാസോണിയം സോൾട്ട് ആരോമാറ്റിക് അമീൻസുമായിട്ട് കപ്പിൾ ചെയ്യുന്നു. ഈ റിയാക്ഷൻ വഴിയും നമുക്ക് ആരോമാറ്റിക് അമീൻസിൻ്റെ പ്രസൻസ് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് അമീൻസുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന റിയാക്ഷൻസ് പറ്റി പഠിക്കാം.
ആദ്യമായി ഹോഫ്മാൻസ് അമോണോളിസിസ്. ഹിയർ ആൽക്കൈൽ ഹാലൈഡ്സ് ഗീവ് എ മിക്സ്ചർ ഓഫ് ആലിഫാറ്റിക് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമീൻസ് ആൻഡ് ക്വാട്ടർണറി അമോണിയം സാൾട്ട്സ്. ഇവിടെ ആൽക്കൈൽ ഹാലൈഡ്സും അമോണിയം തമ്മിൽ ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് വഴി ലീനിയർ ചെയിനിലുള്ള പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി അമീൻസ് നമുക്ക് ലഭിക്കുന്നു. നൈട്രോ കോമ്പൗണ്ട്സ്, സയനൈഡ്സ്, അമൈഡ്സ് ആൻഡ് ഓക്സൈംസ്. ദീസ് ആർ അണ്ടർഗോസ് റിഡക്ഷൻ ആൻഡ് ഫോം പ്രൈമറി അമീൻസ്. നൈട്രജൻ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടും സയനൈഡ്സും റിഡക്ഷൻ വഴി പ്രൈമറി അമീൻസ് ഫോം ചെയ്യുന്നു. അടുത്തതായി വരുന്ന ഒരു പ്രധാനപ്പെട്ട റിയാക്ഷനാണ് ഗബ്രിയേൽ താലമൈഡ് സിന്തസിസ്. ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ ഫോർ പ്രിപ്പയറിംഗ് ആലിഫാറ്റിക് പ്രൈമറി അമീൻ ആൻഡ് നോട്ട് ആരോമാറ്റിക് അമീൻസ്. ഈ റിയാക്ഷനിലൂടെ നമുക്ക് കിട്ടുന്നത് ആലിഫാറ്റിക് കോമ്പൗണ്ടാണ്. ആരോമാറ്റിക് കോമ്പൗണ്ട് നമുക്ക് ഈ റിയാക്ഷനിലൂടെ കിട്ടുന്നില്ല. ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് മെയിനായിട്ടും ഡിനോട്ട് ചെയ്യുന്നത് ലീനിയർ കോമ്പൗണ്ട്സിനെയാണ്. ആരോമാറ്റിക് കോമ്പൗണ്ട്സ് പ്രധാനമായിട്ടും ഡിനോട്ട് ചെയ്യുന്നത് റിംഗ് സ്ട്രക്ചറുള്ള അമീൻസിനെ പറ്റിയാണ്. ഇൻ ദ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി മീഥൈൽ അമീൻസ്, ദ ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് ഈസ് സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി ആൻഡ് പ്രൈമറി ഈസ് ഗ്രേറ്റർ ദാൻ ടെറിഷറി. ഇവിടെ ബേസിക് സ്ട്രെങ്ത് ടെറിഷറി കോമ്പൗണ്ട്സിന് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൈമറി ആയിട്ടുള്ള അമീനിനെക്കാളും വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ബേസിക് സ്ട്രെങ്താണ് ടെറിഷറി അമീൻസ് കാണിക്കുന്നത്. നമുക്കറിയാം മീഥൈൽ അമീൻസിൻ്റെ ബേസിക് സ്ട്രക്ചർ RNH2 എന്നതാണ്. ഇവിടെ NH2 ഗ്രൂപ്പിൽ നിന്നും ഹൈഡ്രജൻ ആറ്റംസ് റിമൂവ് ചെയ്യുന്നത് വഴി പ്രൈമറി അമീൻസ് സെക്കൻഡറി അമീൻസും ടെറിഷറി അമീൻസുമായിട്ട് കൺവെർട്ട് ചെയ്യപ്പെടുന്നു. അടുത്തതായി നമുക്ക് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് സബ്സ്റ്റുവൻസും അമീൻസും തമ്മിലുള്ള റിയാക്ഷൻസ് നോക്കാം. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന സബ്സ്റ്റൻസ് അമീനുമായിട്ട് ചേരുന്നതോടെ അമീൻ്റെ ബേസിക് സ്ട്രെങ്ത് കുറയുന്നു. പക്ഷേ ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്ന ഗ്രൂപ്പ് അമീനുമായി ചേരുന്നതോടെ അതിൻ്റെ ബേസിക് സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ അമീനിൽ ആൾറെഡി ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇലക്ട്രോൺ നൽകുന്ന സ്പീഷീസ് വന്നു കഴിഞ്ഞാൽ ബേസിക് സ്ട്രെങ്ത് താരതമ്യേന കൂടുന്നു. It is difficult to prepare pure amines by ammonolysis of alkyl halides because ammonolysis of alkyl halides does not give a single amine but gives a mixture of primary, secondary and tertiary amines. So it is difficult to separate this mixture into individual amines. ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ അമോണോളിസിസ് വഴി നമുക്ക് പ്യുവർ അമീൻസ് ഒരിക്കലും പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇതുവഴി നമുക്ക് ലഭിക്കുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ഫോമിലുള്ള അമീൻസാണ്. ഈ 3 ടൈപ്പിലുള്ള അമീനും മിക്സ്ചർ ഫോമിൽ കാണപ്പെടുന്നു. ഇത് നമുക്ക് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. ഇതുകൊണ്ടാണ് ഈ റിയാക്ഷൻ വഴി നമുക്ക് പ്യുവർ അമീൻസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അടുത്തൊരു ഫാക്റ്റാണ് നൈട്രോ ബെൻസീൻ ഡസ് നോട്ട് അണ്ടർഗോ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈൽ ഹാലേഷൻ ബിക്കോസ് ഇൻ ബെൻസീൻ റിംഗ് നൈട്രോ ബെൻസീൻ ഈസ് ഡിയാക്ടിവേറ്റഡ് ഡ്യൂ ടു സ്ട്രോങ് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് സച്ച് എസ് NO2 ഗ്രൂപ്പ് എക്സെട്ര. നൈട്രോ ബെൻസീനിലെ NO2 ഗ്രൂപ്പ് സ്ട്രോങ് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് നേച്ചറാണ്. ഇതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ആൽക്കൈൽ ഹാലേഷന് വിധേയമാകുകയില്ല. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ കേസ് ഓഫ് ആരോമാറ്റിക് അമീൻസ് ടേക്ക് പ്ലേസ് മോർ റെഡിലി ദാൻ ബെൻസീൻ. ആരോമാറ്റിക് അമീൻസിലെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബെൻസീൻ റിങ്ങിനേക്കാളും മോർ ഈസിയായി നടക്കുന്നു. ഇതിന് കാരണം ആരോമാറ്റിക് അമീൻസ് ഹൈലി ആക്ടിവേറ്റഡ് ആണ്. This is due to the displacement of lone pair of nitrogen towards the ring which result in the increase in the electron density on the ring. ബെൻസീൻ റിങ് കണ്ടൻ ചെയ്യുന്ന ആരോമാറ്റിക് അമീൻസിൽ നൈട്രജൻ ബെൻസീൻ റിങ്ങുമായിട്ട് കൂടുതൽ അടുത്ത് വരികയും ഒരു ഇലക്ട്രോൺ ക്ലൗഡ് അവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആരോമാറ്റിക് അമീൻസ് ബെൻസീൻ്റെ കാലം മോർ ആക്ടിവേറ്റഡ് ആയിരിക്കും. ഈഥൈൽ അമീൻ ഈസ് മോർ soluble in water due to the presence of hydrogen bonding, where aniline is less soluble in water due to the presence of bulky hydrocarbon part. ഹൈഡ്രജൻ ബോണ്ട് ഉള്ളതുകൊണ്ട് ഈഥൈൽ അമീൻസ് വാട്ടറിൽ മോർ സോലിബിൾ ആയിരിക്കും. അനിലിൽ ഹൈഡ്രോ കാർബൺ പാർട്ട് വളരെ ബിഗ് ആയതുകൊണ്ട് തന്നെ അത് വാട്ടറിൽ ലെസ് സോലിബിൾ ആയിരിക്കും. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട 4 റിയാക്ഷൻസാണ് ഗബ്രിയേൽ താലമൈഡ് സിന്തസിസ്, കാർബൈൽ അമീൻ റിയാക്ഷൻ, ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ, ഹോഫ്മാൻസ് ബ്രോമൈഡ് റിയാക്ഷൻ. ആദ്യമായി ഗബ്രിയേൽ താലമൈഡ് റിയാക്ഷൻ. ഹിയർ താലമൈഡ് വെൻ ട്രീറ്റഡ് വിത്ത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം താലമൈഡ് ഈസ് ഫോംഡ്. ഇവിടെ നമ്മൾ ആദ്യം താലമൈഡ് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നു.
അങ്ങനെ നമുക്ക് പൊട്ടാസ്യം താലമൈഡ് കിട്ടുന്നു. പൊട്ടാസ്യം താലമൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് ആൽക്കൈൽ ഹാലൈഡ് ഗീവ്സ് N-alkyl താലമൈഡ് വിച്ച് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ് പ്രൈമറി അമീൻ. ഇവിടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി അമീനാണ്. ആദ്യത്തെ റിയാക്ഷൻ വഴി നമുക്ക് കിട്ടിയ പൊട്ടാസ്യം താലമൈഡ് ആൽക്കൈൽ ഹാലൈഡുമായി ട്രീറ്റ് ചെയ്ത് N-alkyl താലമൈഡ് ഫോം ചെയ്യുന്നു. ഇതിനെ ഹൈഡ്രോളൈസിസിന് വിധേയമാക്കുന്നത് വഴി പ്രൈമറി അമീൻ ഫോം ചെയ്യും. താലമൈഡിൻ്റെ ബേസിക് സ്ട്രക്ചർ നമുക്കറിയാം. ഒരു ബെൻസീൻ റിങ് പ്രൈമറി ആയിട്ട് കാണും. അതിനോടനുബന്ധിച്ച് 2 കാർബൺ ആറ്റവും അതുമായി ലിങ്ക് ചെയ്ത ഒരു നൈട്രജൻ ആറ്റവും കാണും. ഈ റിയാക്ഷൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു ഈഥൈൽ അമീൻ ആയിരിക്കും. അതുപോലെ തന്നെ താലിക് ആസിഡും നമുക്ക് ഇതിൻ്റെ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നു. അതിലാണ് ബെൻസീൻ റിങ് കോമൺ ആയിട്ട് കാണുന്നത്. അടുത്തതായി നമുക്ക് നോക്കേണ്ട റിയാക്ഷനാണ് കാർബൈൽ അമീൻ റിയാക്ഷൻ. ഹിയർ ആലിഫാറ്റിക് ആൻഡ് അരോമാറ്റിക് പ്രൈമറി അമീൻസ് വെൻ വാംഡ് വിത്ത് ക്ലോറോഫോം ആൻഡ് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ yields isocyanate and carbyl amines. ഗബ്രിയൽ താലമൈഡ് റിയാക്ഷനിലും നമ്മൾ കാറ്റലിസ്റ്റായിട്ട് എടുത്തത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയിരുന്നു. ഇവിടെയും ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ് കാറ്റലിസ്റ്റായിട്ട് വരുന്നത്. ഇവിടെ ഫൈനൽ പ്രോഡക്റ്റായിട്ട് വരുന്നത് ഒരു കാർബൈൽ അമീൻ ആയിരിക്കും. ഗബ്രിയൽ താലമൈഡ് റിയാക്ഷനിൽ നമുക്ക് പ്രൈമറി അമീൻ കിട്ടുന്നു. ഇവിടെ നമ്മൾ പ്രൈമറി അമീനിനെ തന്നെയാണ് ഫർദർ പ്രോസസ്സിന് വിധേയമാക്കുന്നത്. കാർബൈൽ അമീനെ തന്നെ നമ്മൾ ഐസോസയനൈഡ്സ് എന്നും പറയാറുണ്ട്. ആലിഫാറ്റിക് കോമ്പൗണ്ടും ആരോമാറ്റിക് കോമ്പൗണ്ടും ഈ റിയാക്ഷന് സഹായിക്കുന്നു. അടുത്തതായി ഹോഫ്മാൻസ് ബ്രോമോമൈഡ് റിയാക്ഷൻ. വെൻ ആൻ ആസിഡ് അമൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ ആൻഡ് ആൽക്കലി അറ്റ് അബൌട്ട് 343 Kelvin എ പ്രൈമറി അമീൻ വിത്ത് 1 കാർബൺ ആറ്റം ലെസ് ഈസ് ഫോംഡ്. ഈ റിയാക്ഷൻ നടക്കുന്നത് 343 Kelvinലാണ്. ഇവിടെ നമ്മൾ റിയേജൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ബ്രോമിനും ആൽക്കലിയുമാണ്. ഇവിടെ ആസിഡ് ബ്രോമൈഡുമായിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഒരു പ്രൈമറി അമീനാണ്. ഈ പ്രൈമറി അമീന് പാരൻ്റ് കാർബൺ ചെയിനിൽ നിന്നും 1 കാർബൺ ആറ്റം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് സ്റ്റെപ്പിംഗ് ഡൗൺ പ്രോസസ്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. നേരത്തെ നമ്മൾ ഗബ്രിയൽ താലമൈഡ് സിന്തസിസിൽ പഠിച്ചതുപോലെ ഇവിടെയും പ്രൈമറി അമീനാണ് പ്രോഡക്റ്റായിട്ട് ലഭിക്കുന്നത്. അടുത്തതായി ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് ആൻ ഐസ് കോൾഡ് സൊല്യൂഷൻ ഓഫ് അനിലീൻ ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇവിടെ സോഡിയം നൈട്രേറ്റും റിയേജൻ്റായിട്ട് ഉപയോഗിക്കുന്നു. ഈ റിയാക്ഷനെ ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് പ്രോഡക്റ്റായിട്ട് ലഭിക്കുന്നത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡാണ്. ഈ റിയാക്ഷൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 to 5 degree Celsius ആണ്. അടുത്തതായി അസറ്റൈലേഷൻ. Amines can be acetylated by acetyl chloride or acetic anhydride to their respective acetyl derivatives. ഇവിടെ അമീൻസിലെ ഹൈഡ്രജൻ ആറ്റം മാറിപ്പോവുകയും പകരം ഒരു അസറ്റൈൽ ഗ്രൂപ്പ് വരികയും ചെയ്യും. പ്രൈമറി അമീൻ ക്യാൻ ഗീവ് ഡൈ അസറ്റൈൽ ഡെറിവേറ്റീവ് വെയർ സെക്കൻഡറി അമീൻ ക്യാൻ ഗീവ് ഓൺലി മോണോ അസറ്റൈൽ ഡെറിവേറ്റീവ്. പ്രൈമറി അമീൻസ് വഴി ഡൈ അസറ്റൈൽ ഡെറിവേറ്റീവ് നമുക്ക് ലഭിക്കുമ്പോൾ സെക്കൻഡറി അമീൻസ് വഴി നമുക്ക് മോണോ അസറ്റൈൽ ഡെറിവേറ്റീവ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ടെറിഷറി അമീൻസ് ഈ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല, കാരണം ആബ്സെൻസ് ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾസ് ആണ്. ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.